അസ്സലാമു അലൈക്കും. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് മുന്നേ യാത്ര പോയപ്പോൾ എടുത്ത് വെച്ച വീഡിയോസാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഭാഗം നിന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ യാത്ര ചെയ്യണത് ഇഷ്ടമല്ലാത്തവർ ആരും ഉണ്ടാവില്ലല്ലേ. സ്ഥലങ്ങൾ കാണാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് യാത്ര ഒരു വൈബാണ്. അപ്പോൾ നമ്മൾ കുറ്റിപ്പുറം പാലാണ്. ഇങ്ങനത്തെ പാലം ഞാൻ എവിടെയും കണ്ടിട്ടില്ല. കുറേ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോയിൽ കൂടെ ഒക്കെ കണ്ടിട്ടുണ്ട്, അറിയും. അപ്പോൾ ഇതൊരു പ്രത്യേക വൈബാണ്. പണ്ടൊക്കെ കുറ്റിപ്പുറത്തേക്ക് വരുമ്പോൾ ബസ്സിൽ ഈ പാലത്തിൻ്റെ അവിടെ എത്തി അങ്ങനെ ഇത് എത്ര ഉണ്ട് അങ്ങനെ ശ്രദ്ധിക്കും കേട്ടോ. 9 ആണുള്ളത്. അങ്ങനെ എണ്ണും ഇങ്ങനെ ആ റാൻ്റെ അവിടെ എത്തിയ ഒരു എയറും ഒരു കാറ്റാണ്. എന്താ പറയാ, ഒരു എക്കോ സൗണ്ടാണ്. അപ്പൊ അതിനു വേണ്ടി ഇങ്ങനെ ബസ്സിൽ കയറിയാൽ ഈ പാലത്തിൻ്റെ അടുത്തെത്തിയാൽ ഇങ്ങനെ കാതോർക്കൂട്ടാ. ഒരു എന്താ പറയുക, ഒരു പ്രത്യേക സൗണ്ട്. ആ റാൻ്റെ ലാസ്റ്റ് നടുഭാഗം കണ്ടെത്തുമ്പോൾ കേട്ടോ. എന്ത് സംഭവിക്കുക വെച്ചാൽ ബസ്സിൻ്റെ ഉള്ളിലാകുമ്പോൾ ആ എയറും അവിടെ എത്തുമ്പോൾ ഒരു പ്രത്യേക എയറാണല്ലോ. ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് കേട്ടോ. മക്കളെ, കുറ്റിപ്പുറത്തുനിന്ന് ആരെങ്കിലും പോകുമ്പോൾ യാത്ര ചെയ്തിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയണം കേട്ടോ. എന്താ ഇപ്പോൾ റോഡൊക്കെ അല്ലേ, വളാഞ്ചേരി ഭാഗത്തൊക്കെ കാണേണ്ട കാഴ്ചയല്ലേ. വളാഞ്ചേരിക്ക് എത്തുന്നവരെ തീരാറില്ല. എന്താ ഈ സ്ഥാനത്ത് ഈ വി എന്നുള്ള അവിടെ എത്തുമ്പോൾ ഒരു പ്രത്യേക സൗണ്ട് ഇങ്ങ് വരും കേട്ടോ. എവിടെ ലോങ്ങാണ്, തിരുനാവായ പുത്തൂര് പാലം വഴി പോണം. ഇക്കത് ലോങ്ങാ തോന്നുന്നു. കുറെ ചുറ്റിക്കറങ്ങലാണ്. വെള്ളമൊന്നുമില്ല, വേനലല്ലേ, വെള്ളമൊക്കെ വറ്റി ഇപ്പൊ റോഡ് വെട്ടിയോണ്ട് എളുപ്പം വരണ്ട് കിടക്കാണ്. എത്ര പെട്ടെന്ന് കുറ്റിപ്പുറത്തുണ്ടെന്നാ മണലൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ട്. ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ, ഒരു ശിവന്റെ പ്രതിഷ്ഠ അങ്ങനൊക്കെ ഉണ്ട്. ഞങ്ങൾ മഞ്ചേരിന്ന് വരുമ്പോ 65. എനിക്ക് നല്ല ഇഷ്ടമാണ് കുറ്റിപ്പുറം പാലത്തിൻ്റെ അവിടെ എത്തി കഴിഞ്ഞാൽ ഞങ്ങൾ 2 ഭാഗം നോക്കി ആസ്വദിക്കും കേട്ടോ. എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ്. ഓരോരോ സ്ഥലങ്ങൾ കാണാൻ പോകാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. എന്താ വെച്ചാൽ ചെറുപ്പത്തിലേ ഇപ്പം മരിച്ചു, പിന്നെ സഹോദരനില്ല, ആരും നമ്മൾ പുറത്തുകൊണ്ടുപോകാനൊന്നുമില്ലല്ലോ. നമ്മളായിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട്, അല്ലാണ്ട് ലോങ്ങൊന്നും പോയിട്ടില്ല. ഇപ്പോൾ യാത്ര ചെയ്യണം പോകണമെന്നുണ്ടെങ്കിലൊക്കെ ഒരുപാട് കാശ് വേണം. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും ഒരു വണ്ടിയൊക്കെ എടുക്കാൻ സാധിക്കുമെങ്കിൽ പോകണം എന്നാഗ്രഹമുണ്ട്. എനിക്കും ഒരു ഓട്ടോ വാങ്ങിക്കാനാണ് ഇഷ്ടം, കാറിനേക്കാളും ഇഷ്ടം. ഒരു ഓട്ടോറിക്ഷ വാങ്ങിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് കേട്ടോ. 3 ലക്ഷം രൂപയോളം വേണം, 3-4 ലക്ഷമൊക്കെ ആവും ഓരോ ഓട്ടോയ്ക്ക് ഇപ്പോൾ. അപ്പം ഞാൻ ഈ കനഡ് ചോദിച്ചപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് 4 ലക്ഷം രൂപയാവും. മറ്റേ കറൻറ്റിൻ്റെ വണ്ടിയാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് വേണ്ടുന്നുണ്ടെങ്കിൽ 2-3 വർഷം കഴിയുമ്പോഴത്തേന് ചിലപ്പോൾ ഇതൊക്കെ ആവുമായിരിക്കും. നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ച് കിട്ടാമെന്നെങ്കിൽ ആവുമായിരിക്കും. കാർ എടുക്കാനൊന്നും നമുക്ക് മോഹമില്ല കേട്ടോ. ഒരു ഓട്ടോ വാങ്ങിക്കണം. മെയിൻ എന്താ വെച്ചാൽ ഉമ്മാനൊക്കെ ഡോക്ടർക്ക് കൊണ്ടുപോകാനും ഷുഗർ നോക്കാൻ കൊണ്ടുപോകാനും കുട്ടികളൊക്കെ ഇട്ട് പോകുമ്പോൾ സ്കൂട്ടിയേക്കാളും നല്ലത് ഓട്ടോ ആണല്ലോ. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമുക്ക് മേടിച്ച് കൊണ്ടുവരാനും ഒക്കെ നല്ലത് ഓട്ടോറിക്ഷയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എനിക്കൊരു ഓട്ടോ വാങ്ങണമെന്നൊരാഗ്രഹമുണ്ട്. പഠിച്ചാൽ സാധിച്ചെടുത്ത് എല്ലാവരും ദുആ ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ വളാഞ്ചേരിയാണെന്ന് തോന്നുന്നു, അറിയില്ല. കുറേ സ്ഥലം എനിക്ക് അറിയില്ല നാട്ടിൽ പോകുമ്പോൾ. വളാഞ്ചേരി ആണെന്ന് തോന്നുന്നു. അതെ, വളാഞ്ചേരി വഴിയാണ് കേട്ടോ പോവുക.
അപ്പോൾ തിരിച്ച് വരുമ്പോൾ എടുത്ത വീഡിയോ ആണ്. നാട്ടിൽ പോയിട്ട് വളാഞ്ചേരി ആകെ മുഖച്ചായ തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ വളാഞ്ചേരി എന്നല്ല, ഞാൻ അത്ഭുതത്തോടു കൂടി നോക്കിയായിരുന്നു. ഒരുപാട് ബിൽഡിങ്, ഒരുപാട് കടകൾ, ലോഡ്ജുകൾ. എന്താലേ അടുത്ത വർഷം കഴിയുമ്പോഴത്തേക്കും ഇതിലും മാറ്റം വരും. റോഡൊക്കെ എന്തോരം വീതിയാണ്. ഒരുപാട് ഷോപ്പുകൾ തന്നെ ഉണ്ട്. ബിൽഡിങ് തന്നെ കാണാൻ എന്തോ ഒരു ചന്തല്ലേ. അപ്പോൾ മക്കളെ, വളാഞ്ചേരിയിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മളെ വീഡിയോസ് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഒരുപാട് ലോങ് കാസർഗോഡ്, തിരുവനന്തപുരം, ആലപ്പുഴ, കൊല്ലം ഒക്കെ ഉള്ളവർ നമ്മളെ വീഡിയോസ് കാണാറുണ്ട്. അപ്പോൾ കമൻറ്റിൽ കൂടെ ഞാൻ അറിയാറുണ്ട്. നിലമ്പൂർ, പിന്നെ പാലക്കാട് ഒക്കെ ഉള്ളവർ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ആഗ്രഹം ഉണ്ടാവുമല്ലോ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണം. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് വെച്ചു. അപ്പോൾ ആ വീഡിയോ ഇടാറുണ്ട്. അപ്പോൾ എന്നും നമ്മൾ ഒരേ വീഡിയോ ഇടുമ്പോൾ അത് ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യുക കേട്ടോ, കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്കിഷ്ടമാണ്. നമ്മൾ ഷാഹിദാത്ത ഇവിടെ നാവൂരൊക്കെ പോയൊരു വീഡിയോ കിട്ടി. ഞാൻ 1 അല്ല 4-5 പ്രാവശ്യം കണ്ടിട്ടോ. അപ്പോൾ നമുക്കും നാവൂര് പോകാൻ ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ്. എന്തായാലും ഇപ്പോൾ ചൂടൊക്കെ അല്ലേ, ചൂടുകാലം, വെക്കേഷൻ ടൈമൊക്കെ കഴിയട്ടെ. അപ്പോൾ നല്ല തിരക്കാവും. അപ്പോൾ പോകണം, തീർച്ചയായിട്ടും ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ 1-2 പ്രാവശ്യം പോകാൻ വേണ്ടിയിട്ട് ഞാൻ വണ്ടിയൊക്കെ ബുക്ക് ചെയ്ത് ഏൽപ്പിച്ചതാണ്. അപ്പോൾ ഒരു തവണ പോകാൻ കഴിഞ്ഞില്ല. പിന്നത്തെ തവണ ആക്സിഡൻ്റായി. ആയപ്പോൾ പിന്നെ പോക്കൊക്കെ അവസാനിപ്പിച്ച് പോകാൻ കഴിഞ്ഞില്ല. പിന്നെ പൈസ ഒത്തില്ല. എന്നാലും നാവൂർക്കുള്ള പോക്കൊക്കെ നീണ്ടുപോയി. അപ്പോൾ എൻ്റെ മോളൂസിന് വേണ്ടിയിട്ട് ഞാൻ പോകണമെന്ന് ആർച്ചുണ്ടായിരുന്നു. അപ്പോൾ മോളൂനെ പ്രസവിച്ചപ്പോൾ അവൾ കരഞ്ഞില്ല. 3 ദിവസം കഴിഞ്ഞിട്ടാണ് കുട്ടീനെ കാണിച്ചത്. ജീവനുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു ഈ 3 ദിവസം വെൻറ്റിലേറ്ററിലൊക്കെ ഇട്ട്. അപ്പോൾ അന്ന് നേർച്ച നടന്നതാണ് കേട്ടോ. നേർച്ച നടന്ന് പറയാൻ പാടില്ല, പക്ഷെ അവിടുത്തെ നാവൂരത്തെ പോരിശ എല്ലാവരും അറിയാൻ നല്ലതാണല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക്, വിശ്വാസമുള്ളവർക്ക് പോവാം. അവിടെ പോണ വഴിയിൽ കോടൂർ അവിടെ ആണെന്ന് തോന്നുന്നു. ഈ മരം ഒരുപാട് ഒരേപോലത്തെ വള്ളികളൊക്കെ തോന്നിയ പോലത്തെ മരങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഈ മരത്തിൻ്റെ വേര് പോലെയാണ് അതിൻ്റെ തടിഭാഗത്തുനിന്ന് പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. എന്താ മരം എന്ന് എനിക്കറിയില്ല. ഈ മരത്തിൻ്റെ പേരെന്താണെന്ന് അറിയുന്നവർ കമൻറ്റ്. അസ്സലാമു അലൈക്കും. അപ്പോൾ ഈ ഭാഗത്തുള്ള ആരെങ്കിലൊക്കെ താമസം വീഡിയോസ് കാണുന്നുണ്ട്. ഇവിടെ യാത്രാ വ്ലോഗാണ്. ഈ എന്താണ് മരം, അവിടെ നാട്ടിലേക്ക് നിറയെ മരങ്ങളുണ്ട്. ഒരു 4-5 കിലോമീറ്റർ ദൂരം മരങ്ങളൊക്കെ പോവാണ്. അപ്പം നല്ല മക്കളെ വീഡിയോ മരങ്ങളിങ്ങനെ കണ്ടപ്പോൾ അതിൻ്റെ തടി പ്രത്യേക രാത്രി വന്ന് കണ്ടപ്പോൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനും അപ്പോൾ ഞാൻ വീഡിയോ പറ്റിയില്ല. മോന് ഭയങ്കര, അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട കാഴ്ചകൾ കാണുമ്പോൾ അവനെ ഉറങ്ങിയില്ല. ഇതിവിടെ വളാഞ്ചേരി ഉറങ്ങിയിട്ടില്ല. ഒരു താഴ്വാരം പാല് കേട് വന്നിരുന്നു. അപ്പം എൻ്റെ മോൻ കളിക്കുന്നത് താഴോട്ട് നോക്കുമ്പോൾ ഇന്നലെ രാത്രി പോകാത്ത ഭാഗം കൊന്നാണ്. അങ്ങനെ സംഭവം ഈ പ്രകൃതി ഇത്ര മനോഹരമാണ്. അതാണ് സംഭവിച്ചത്. മോൻ്റെ ബഹളാണ്. കുറച്ച് കൃഷിപ്പാടം പിന്നെ എല്ലാം കൂടി ഒതുങ്ങിയിട്ട് വീഡിയോ ഇടയിൽ നടക്കൂല. ചിന്തിച്ചു എന്തായാലും ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് പൈസ ഇത്ര മനോഹരമാണ്. ബുദ്ധിമുട്ട് ചേർക്കണേ മക്കളായിട്ടാണ്.
ഇപ്പോൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഇറങ്ങി തിരിച്ചില്ല മുന്നോട്ട് കൊണ്ടുപോയതിനെ പറ്റും. അപ്പം അങ്ങനെ ഇപ്പോൾ ചിലരുടെ പോകുമ്പോൾ ആദ്യം എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കാണാറുണ്ട്, ഞാൻ ടൈമിങ് ട്രാവൽ വീഡിയോസ് പോകുമ്പോൾ 4 മിനിറ്റും കൂടി ബാലൻസ് അപ്പോൾ ഒരു ചേച്ചിയുടെ ട്രാവൽസ് എടുത്തിട്ട് ആഡ് ചെയ്താണ്. അപ്പോൾ ഈ സ്ഥലം ആരെങ്കിലും അറിയണവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതെവിടെയാണ് സ്ഥലത്ത് പേര് അറിയില്ല. എന്നാലും ഞാൻ കാണാറുണ്ട്. കോടൂര് അങ്ങനെയൊക്കെ ഉള്ള വഴിയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ കണ്ടില്ലേ യാത്രക്കിടയിൽ പേടിയായിട്ടാണ് കൂട്ടുകാർ. അപ്പോൾ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ആൾക്ക് ഭയങ്കര നിങ്ങളെന്താ ഒരു കണ്ടന്റ് മക്കളെ നമുക്ക് കണ്ടന്റുകളുള്ള വീഡിയോസൊക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. യാത്രാ വ്ളോഗ് ഇടാൻ കൂടുതൽ ഇഷ്ടമാണ്. കുക്കിംഗ് വ്ളോഗൊക്കെ ഉണ്ട്. സ്ഥലമോൾ ഇപ്പോൾ തുടങ്ങി അടുക്കളൊക്കെ കയറി നിൽക്കലും. അപ്പോൾ അടുക്കളയും എത്ര പറഞ്ഞാലും പിന്നെ സ്റ്റാൻഡ് അതിനിടയിൽ വീഴാൻ പോകും. അതൊക്കെയാണ് പിടിക്കണം. എന്നാലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന വീഡിയോസ് നിങ്ങളെ കഴിഞ്ഞ മാസം 1 മാസത്തെ പെൻഷൻ വന്ന് പിന്നെ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ മൈ സ്റ്റോറി, അതായത് എൻ്റെ യാത്ര ആണ് കൂടുതൽ ഞാൻ 3000 രൂപകളൊക്കെ വാങ്ങണം കൊടുക്കും. കാരണം ഒരു പെൺകുട്ടി ജീവിതത്തിൽ അനുഭവിച്ച യാതനകളാണ് ഇത്രയും ഉണ്ടോ. അപ്പം അത് പറയാനും കൂടിയാണ് മറ്റുള്ളവർക്കും ഒരു പെൺകുട്ടിയുടെ ഒരു തൻ്റെ ഇടം പ്രചോദനമാവട്ടെ എന്ന് കരുതി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.